ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ കണ്ടിട്ട് കുറേ കാലമായി. കാരണം ആർക്കും സുഖമില്ലായിരുന്നു. എനിക്കും മോനൊക്കെ പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് തീരെ വയ്യായിരുന്നു. അപ്പം വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല. എന്നിട്ടിപ്പോൾ ഇത് എല്ലാവരും റിക്കവറായിട്ട് വന്നിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ, ഇന്ന് ലയൺസ് ക്ലബിൻ്റെ ഒരു ഫാമിലി മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അച്ഛൻ ലയൺസ് ക്ലബിലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇത് വെച്ചുള്ളത് ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു റിസോർട്ടാണ്. അടിപൊളി പാടം, പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു കൂൾ ആൻഡ് കാം ആയിട്ടുള്ള സ്ഥലമാണ്. കണ്ട, ഇതാണ് റിസോർട്ട്. പിന്നെ അവിടെ എന്താ പറയുക, കുട്ടികൾക്ക് പാർക്കുണ്ട്. കുട്ടികൾക്ക് ഇരുന്ന് ഊഞ്ഞാലാടാനും കളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാർക്കുണ്ട്. അപ്പോൾ അക്ഷിത് ഫുള്ള് അവിടെ തന്നെ. അവന് വന്ന് എന്തായാലും മുതലായി എന്ന് അവൻ പറയുന്നത്. അപ്പോൾ അവൻ നല്ല ഹാപ്പി ആയിരുന്നു. അവൻ വെറും കളിയിലായിരുന്നു. ചെറുതിനെ ഞാനൊന്ന് ഇരുത്തി ഒന്ന് കളിപ്പിച്ച് നോക്കി. പക്ഷെ അവന് ഒരു പേടി പോലെ ഇരിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരം കളിച്ചു, പിന്നെ ഇരിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ കാണുന്നത്, ഇതിലിരിക്കുന്നതൊക്കെ. അപ്പോൾ അവന് ഭയങ്കര പേടി പോലെ. പിന്നെ എൻ്റെ ഒരു ധൈര്യത്തിലാണ് കുറച്ചു നേരം ഇരുന്നത്. ലോഡ് ഷൈൻ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഇതാണ് അവരുടെ ഫ്രണ്ട് ഏരിയ. ഇവിടെ ഒരു ആനയുടെ തലയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇത് സൈഡിൽ ഒരു സ്വിമ്മിംഗ് പൂൾ കൊടുത്തിട്ടുണ്ട്. ആ സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ പിന്നെ അക്ഷിതിന് അതിലിറങ്ങണം. അമ്മ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സൗകര്യം എന്ന് പറയുന്നത് തരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ ഡ്രസ്സൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഇവിടെ സ്വിമ്മിംഗ് പൂളുള്ള കാര്യം. അപ്പോൾ വേറെ ഡ്രസ്സൊന്നുമില്ല, ഈ ദയവേതൊന്ന് ഒതുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ സമാധാനിപ്പിക്കുകയായിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ പറഞ്ഞപ്പോൾ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ കുറച്ച് നേരം ഒന്ന് അതിൽ കാല് താഴ്ത്തിയിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കളിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് വെള്ളത്തിൽ കളിച്ചായിരുന്നു. ഞങ്ങളവിടെ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പടൂന് അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാനും അക്ഷിതും അവിടെ ഫുള്ള് കറങ്ങി നടന്ന് കാണാൻ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ മീറ്റിംഗ് വന്നത് ഈവനിങ്ങിലായിരുന്നു. ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ അത് തുടങ്ങിയത്. അപ്പോഴേക്ക് ഇരുട്ടായി. പിന്നെ പുറത്തൊന്നും നമുക്കൊന്നും കാണാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ കുറച്ച് മാലബൾബും ലൈറ്റൊക്കെ ഇട്ടിരുന്നു. അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അതവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ തന്നു. അപ്പം ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരുന്നു. അച്ഛൻ പിന്നെ പ്രധാനപ്പെട്ട മെമ്പേഴ്സൊക്കെ തമ്മിൽ എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ നിലവിളക്ക് കൊളുത്തിയിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തു. ഈ മീറ്റപ്പിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, വീടില്ലാത്തൊരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ലയൺസ് ക്ലബിൻ്റെ വക വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താക്കോൽദാന ചടങ്ങാണ് ഇതിൽ സ്പെഷ്യലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ വൈറ്റ് ഷർട്ടും മുണ്ടുകൊടുത്തിട്ട് വരുന്ന ഇദ്ദേഹമാണ് ഈ റിസോർട്ടിൻ്റെ ഓണർ, COG ജെയിംസ് സാർ. വിളക്ക് കൊളുത്തി കഴിഞ്ഞ് പ്രയർ ചൊല്ലിയിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്തത് താക്കോൽ കൈമാറുന്ന ഒരു ചടങ്ങാണ്. ഈ ഫാമിലിക്കാണ് വീടുണ്ടാക്കി കൊടുത്തത്. ആ ചേച്ചിക്ക് ഗ്യാസ് സ്റ്റൗവും കൂടി ഗിഫ്റ്റായിട്ട് കൊടുത്തു. അടുത്ത ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള സെക്ഷനാണ് ഫുഡ്. ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും ബീഫും ഫ്രൂട്ട് സാലഡ്, അച്ചാർ, അങ്ങനെ പല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ നേരത്തെ വന്ന ആൾക്കാർക്ക് ചെറിയൊരു ഗോൾഡ് പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറുതിട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്കാണ് സെലക്ട് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ സ്റ്റേജിലേക്ക് വിളിച്ച് ഗിഫ്റ്റൊക്കെ തന്ന്, അത് അമ്പടൂൻ്റെ കയ്യിൽ അതായിരിക്കും ഗിഫ്റ്റൊക്കെ തന്ന് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.